ഹലോ, അസ്സലാമലൈക്കും. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ല. അപ്പം ഇന്ന് ഞാൻ വെള്ളിയാഴ്ച എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ചോറുന്നാൻ വന്നാണ് കേട്ടോ. ഓള് പറഞ്ഞ് ഇന്നലെ പറഞ്ഞ് നാളെ അവൾക്ക് ഉച്ചക്ക് അവിടുന്ന് ചോറ് കഴിക്കാമെന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങളിതാ ചോറെല്ലാം കഴിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതാ ചോറെല്ലാം ആയി. ഇതാ മീൻ പൊരിച്ച് വെച്ച്, പപ്പടം, സാമ്പാറ് അല്ല വെണ്ടക്ക വാങ്ങിയിട്ടില്ലേ? ഓലോ. പിന്നെ ചോറ്, പിന്നെ പപ്പടം, ചമ്മന്തി. ഇതൊരു ചരക്ക്, ഇത് വേറൊരു സിൽക്ക്. ഇതൊരു ചരക്ക്. ഇത് നമ്മളെ ഷീജൻ അറിയാലോ. ഇത് നമ്മളെ ഷീജന്റെ കൂടെയുള്ള ഷീജന്റെ ഫ്രണ്ട്. ഇത് മറ്റേ ചമ്മന്തി കേട്ടോ, പപ്പട ചമ്മന്തിയാണ്. പപ്പടം പൊരിച്ചിട്ടല്ലേ ഉണ്ടാക്കിന്. മതി, പുളി കൂടൂ. കുറച്ച് കയ്യിൽ കാട്ട്. ഉപ്പില്ല, പുളി കുറച്ചും കൂടി ആക്കിക്കോ. ഉപ്പിട്ടോ. ഉപ്പില്ല. ഈ പുളി ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. ഓള് കുക്കിംഗ് അല്ലേ മോളെ. ഓള് ഇവിടെ 5 സ്റ്റാർ ഹോട്ടലിലെ കുക്കിംഗ് ആയിരുന്നു നാട്ടില്, കൊച്ചിയില്. അവിടുന്ന് ഇങ്ങോട്ട് വന്നതാ. അവിടുന്ന് ഇങ്ങോട്ട് ഓളെ കയറ്റുമതി ചെയ്തതാ. ഇങ്ങനതെല്ലാം ആയില്ലേ? ഇനിയുണ്ടോ? വെളിച്ചെണ്ണ വേണം. ഉപ്പിട്ട് ഇനി വെളിച്ചെണ്ണ ഒഴിക്കണം. അതൊക്കെ മതിയാ. അപ്പൊ എല്ലാരും ആഴ്ചക്കാണ് ഒരു ദിവസം ലീവാണ്. അപ്പൊ എല്ലാരും ഇങ്ങനെ ഒത്തുകൂടി ചോറെല്ലാം തിന്ന്. ഇനിയിപ്പോ എല്ലാരും അടുത്ത ആഴ്ചയെ കാണുള്ളൂ. എല്ലാവർക്കും ഓരോ ജോലികളാണ്. അപ്പൊ അടുത്ത ആഴ്ചയാണ് ഇനി എല്ലാരും കാണുള്ളൂ. ഷീജ പിന്നെ ഇടക്കിടക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമ്മളെ എടുത്ത താമസം, എന്റെ റൂമിന്റെ അടുത്ത ഷീജ. അപ്പോൾ ഓള് അധികം റൂമിൽ വരും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ ഓള് അങ്ങോട്ട് വരും. ഇവളെല്ലാം ആഴ്ചക്ക് ഇവക്കെല്ലാം ഫ്രൈഡേ മാത്രമേ ലീവുള്ളൂ. അപ്പൊ ഫ്രൈഡേ മാത്രം ഇവിടെ വരുള്ളൂ. അപ്പൊ ഇതെല്ലാണ് നമ്മളെ പ്രവാസിയുടെ ജീവിതം. ഞാൻ നോക്കിയില്ല. നേരത്തെ നോക്കുമ്പോ തന്നെ നമുക്ക് അറിയില്ലായിരുന്നല്ലോ മണം പറഞ്ഞത്. അപ്പൊ ചോറ് എന്താണ്? ചോറ് എങ്ങനെയല്ലോ എടുക്ക്, നമുക്ക് തിന്നാ മതി. ഒരായി പറഞ്ഞ എല്ലാ സാമ്പാർ എടുത്തോണ്ട് വരാം. ഓളാണ് ഇന്ന് കുക്ക് ചെയ്തത് കേട്ടാ. ഓള് അടിപൊളി സാമ്പാറൊക്കെ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ അടിപൊളി സാമ്പാറൊക്കെ, ചമ്മന്തി അരച്ച്, മീൻ പൊരിച്ച്. അപ്പൊ നമ്മള് ഫുഡും കാര്യങ്ങളെല്ലാം കണ്ടല്ലോ. അപ്പൊ നമ്മള് പ്രവാസത്തിലുള്ളവർക്ക് ഇതെല്ലാം. ഇപ്പൊ നമ്മളെ ചെക്കന്മാരാണെങ്കിലും പെണ്ണുങ്ങളായാലും ഇങ്ങനെ ഒത്തുകൂടുക, ഓരോ ആൾക്കാർ റൂമിൽ ഒത്തുകൂടുക വെള്ളിയാഴ്ച, അങ്ങനെ ഫുഡെല്ലാം കഴിക്കുക, കുറച്ച് കഥ പറയുക. പിന്നെ എല്ലാം ഇതാ ഓരോ ആൾക്കാർ സൈഡായി ഇതണ്ട. പിന്നെ കുറച്ചു നേരം ഇങ്ങനെ കെടുക്കും. ഉറക്കമൊന്നുമില്ല, ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെടുക്കൂ. അപ്പൊ ഇതെല്ലാണ് നമ്മളെ ജീവിതം. അപ്പൊ ഇതന്നെയല്ലോ നമുക്ക്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മള് പ്രവാസം വിട്ടാലും പ്രവാസ ജീവിതം വിട്ടാലും നമുക്ക് ഓർക്കാൻ ഇതെല്ലാം മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. ആരും ലൈക്ക് അടിക്കാതെ കാണില്ല പ്ലീസ്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഒരേ വീഡിയോ ഇടാനും തോന്നുള്ളൂ. അപ്പം നിങ്ങളെ സപ്പോർട്ടാണ്. ഒരാൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും ലൈക്ക് അടിക്കുമ്പോഴും നമുക്ക് വീണ്ടും വീഡിയോ ഇടാൻ തോന്നും. അപ്പോൾ എല്ലാവർക്കും